ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എക്സ്ക്യൂസ് മീ സർ. സർ, ഒന്ന് എഴുന്നേക്കണം. പാതിരാത്രി നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? സുഖമായിട്ട് ഇതുപോലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയ പോരെ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ജില്ലാ കളക്ടർ എന്ന് പറയും. അയ്യോ മാഡം. സിഐ ഇല്ലേ? ഇല്ല മാഡം, സാർ ഒരു പെട്രോളിങ്ങിന് പോയിരിക്കുക. അല്ല മാഡം ഇരിക്കും മാഡം. ഞാൻ ആളറിയാതെ ഒന്നും മനസ്സിൽ വെക്കില്ല മാഡം. അല്ല മാഡം ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങളുടെ മോളെ സിഐ എത്തി മാഡം. ഇറക്കണോ മാറേ? മാഡം ഈ രാത്രിയില് അത് ഞങ്ങളുടെ മോള് മിസ്സിംഗ് ആണ്. ഞങ്ങള് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ചിലപ്പോ ആ കുട്ടിയായിരിക്കും നമ്മൾ മുത്തച്ഛനോട് പറഞ്ഞു വിട്ടത്. കുഞ്ഞിച്ചി, രാഘവൻ നായർ എന്ന് പറയുന്ന ആളുടെ കൂടെ ആ കുട്ടിയെ പറഞ്ഞു വിട്ടത്. അത് ഞങ്ങളുടെ അച്ഛനാ. പക്ഷെ അച്ഛൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ? മാഡം കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ആ ഉണ്ട്. മാഡം ഈ കുട്ടി തന്നെയാ. രാത്രിയിൽ ഇറങ്ങി നടന്ന കുട്ടിയെ അവന്മാര് ശല്യം ചെയ്യാൻ ശ്രമിച്ചു. കൃത്യസമയത്ത് കുട്ടിയുടെ മുത്തശ്ശൻ വന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അപ്പോഴേക്കും ഞങ്ങളോടെ എത്തി. അല്ല, അപ്പൊ എന്റെ മോള്? മുത്തശ്ശന്റെ കൂടെ സുരക്ഷിതമായി ഇപ്പൊ വീട്ടിലെത്തി കാണും. നിങ്ങൾ പറയുന്ന മുത്തശ്ശൻ ഇദ്ദേഹമാണോ? അതെ, ഇദ്ദേഹം തന്നെ, രാഘവൻ നായർ. ശരി, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. അല്ല മാഡം, അപ്പൊ യുവമാരെ അവരെയും കൊണ്ടുപോടോ. അങ്ങോട്ട് ഇങ്ങില്ലടാ. ഇവരെന്ത് ചെയ്യണം മാഡം? ഞാൻ വിളിച്ചു പറയാം. ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. രാത്രിയിൽ ബസ് കിട്ടാതെ നടുറോളിൽ പെട്ടുപോകുന്നവര് സുരക്ഷിതമായി വീടെത്താനായിട്ട് ആശ്രയിക്കുന്നത് സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയാ. അപ്പൊ ആ വാഹനം ഓടിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് മനുഷ്യത്വ, മനസ്സിലെ നന്മയാണ്. എന്നാലേ തനിക്ക് ഈ രാത്രിയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റൂ എന്ന വിശ്വാസത്തിൽ ആ ഓട്ടോയിൽ ഓരോ യാത്രക്കാരനും കയറാൻ പറ്റൂ. അതിനു വേണ്ടത് നല്ല സ്വഭാവ ഗുണമുള്ള ഓട്ടോ ഡ്രൈവർമാരാ, അല്ലാതെ ഇതുപോലുള്ള സ്ട്രീറ്റ് റൗഡികളല്ല. ഇവന്മാരുടെ കാര്യം നമുക്ക് നാളെ തീരുമാനിക്കാം. മാഡം, എന്റെ കൊച്ചിന്റെ കൈത്തണ്ടയിൽ പോലും നീ എങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ പോക്സോ കേസിലാകത്ത. ഇത് പറയുന്നത് ശാലിനിയാ, ശാലിനി വിഷ്ണു.